ഹലോ ക്യൂട്ടീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒന്ന് വേറൊരു വീട്ടിലേക്ക് പോയിട്ട് വരാനുള്ള ഒരുക്കാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് പുറത്തേക്കൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ഒരുങ്ങുന്നത്, എന്റെ സിമ്പിൾ മേക്കപ്പ് ലുക്ക് എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടത്. ഇപ്പൊ ഞാൻ ഈ മുഖത്ത് വരച്ചുകൊണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ലാക്മയുടെ സൺസ്ക്രീൻ ആണ്. പിന്നെ ഇത് നമ്മുടെ ഫെയർ ലവ്ലിയാണ് കേട്ടോ. 10-15 വർഷത്തിൽ കൂടുതലായി കേട്ടോ ഞാൻ ഈ ഫെയർ ലവ്ലി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേസ് ക്രീം ഏതാണെന്ന് ചോദിച്ചാൽ 100% അത് ഫെയർ ലവ്ലി തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, +1 പഠിക്കുന്ന സമയത്ത് എന്റെ 2 കവിളിലായിട്ടുണ്ടല്ലോ നിറച്ച് കുരു വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ എന്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ കുരുവും കാര്യങ്ങളൊന്നും വരാത്തതായിരുന്നു കേട്ടോ. +2 എന്നൊക്കെ പറയുന്നത് നമ്മൾ അത്യാവശ്യം ചെത്തി കിടക്കുന്ന പ്രായമായതുകൊണ്ട് തന്നെ ഞാൻ അത് വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അങ്ങോട്ട് ഒരു സ്കിന്നിന്റെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ എനിക്ക് ഒരു ഓൾമെന്റ് തന്നിട്ടുണ്ടായിരുന്നു. ഓൾമെന്റ് ഒരു നേരം പുരട്ടാനാണ് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ ആക്രാന്തത്തിന്റെ പുറത്ത് ഞാനത് 2 നേരം പുരട്ടി. ഇതാ കിടക്കണ 2 ദിവസം കഴിയുമ്പോഴത്തേന് എന്റെ മുഖം ആകെ ചുവന്ന് പോയി, ആകെ വികൃതമായി പോയി. മുഖത്തിന്റെ കാര്യമില്ല, ആകെ ടെൻഷനായി പോയി. പിന്നെ ആ പൊള്ളിയ പാടുകളൊക്കെ മാറി കിട്ടിയത് ഞാൻ ഫെയർ ലവ്ലി യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ കേട്ടോ കഥകളൊക്കെ കഴിയുമ്പോഴത്തേനും ഒരിക്കൽ അങ്ങോട്ട് കണ്ണെഴുത്ത് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. മേക്കപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഐ മേക്കപ്പ് ആണ് കേട്ടോ. എന്റെ കണ്ണ് പിന്നെ അത്ര വൃത്തിയുള്ള കണ്ണൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ എന്തോന്നും ചെയ്തിട്ടും വലിയ മേനയൊന്നും വരാറില്ല. എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. എന്റെ കണ്ണ് ഇടുങ്ങിയ കണ്ണായതുകൊണ്ട് തന്നെ എവിടെ പോകുമ്പോഴല്ല ഐഷാഡോ മസ്റ്റ് ആണ് കേട്ടോ എനിക്ക്. പിന്നെ ഇത് കമ്മലുകൾ വാങ്ങിക്കൂട്ടുന്നതിനോടാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഭ്രാന്തുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ജിംക ടൈപ്പുള്ള കമ്മലുകൾ, കുറച്ച് ഹെവി ആയിട്ടുള്ള കമ്മലുകൾ, അതൊക്കെ എനിക്ക് കൂടുതൽ ആ പ്രാന്തിന്. അതുപോലെ തന്നെ കൂട്ടുവെക്കുന്ന ഒരു ഹസ്ബൻഡിനെയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. എവിടെ കമ്മലുകൾ കണ്ടാലും അതിനകത്ത് ഇഷ്ടപ്പെട്ട ഒന്ന് എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തരൂ കേട്ടോ. എന്റെ കമ്മലുകളുടെ കളക്ഷൻ ഞാൻ ഒരു ദിവസം നിങ്ങളെല്ലാവരും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ ചെയ്താലും ഒരു തൃപ്തി വരാത്ത ഒരു സംഭവമാണ് കേട്ടോ എനിക്ക് ഈ മുടി കെട്ടി വെക്കൽ. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ആയിരുന്നില്ല കേട്ടോ എന്റെ മുടി. നല്ല അടിപൊളി മുടിയുള്ള ഒരാളായിരുന്നു ഞാൻ ഗൈസ്, നോക്ക്. പക്ഷെ ആ മുടിയൊക്കെ കല്യാണത്തിന് മുന്നേ വരെ മാത്രമായിരുന്നു കേട്ടോ. കല്യാണത്തിന് മുന്നേ ഉള്ള ഫോട്ടോ ആണിത്. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഗൈസ്. പിന്നെ ഇത് കണ്ടോ, ചെറുപ്പത്തിൽ എനിക്കൊരു നരമുടി ഉണ്ടായിരുന്നു. അമ്മയൊക്കെ ഇതിനെ ഭാഗ്യനരാന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. തന്നെയല്ല ആ ഒരു ഭാഗ്യം പൊട്ടിച്ച പിന്നെ ഭാഗ്യങ്ങളും കൊണ്ട് നിൽക്കാനും ഇരിക്കാനും പറ്റാണ്ടായി. ആ ഒരു പോർഷൻ എടുത്തിട്ട് കളർ ചെയ്യേണ്ട അവസ്ഥ വന്നു കേട്ടോ. പിന്നെ ഒരു പ്രാന്തിന്റെ പുറത്ത് ചെയ്ത സംഗതി കേട്ടോ ഇത്. ഇങ്ങനെ ഫ്രണ്ട് പോർഷൻ മുറിച്ചിട്ടുണ്ട് തന്നെ എനിക്ക് ഞാൻ വിചാരിച്ച പോലെ ഒന്നും മുടി കെട്ടാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ എവിടെ പോകുമ്പോഴും ഇപ്പൊ എന്റെ മെയിൻ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് അന്നേരം ദുബായ് ഉള്ളപ്പോൾ കൊണ്ടുവന്ന ഹെയർ ബാൻഡ്സ് കേട്ടോ. ഒരു ഉപയോഗം ഇല്ലാണ്ട് ഷെൽഫിന്റെ ഏതോ ഒരു മൂലക്ക് കിടക്കുമായിരുന്നു ഈ ഒരു ബോക്സ്. പക്ഷെ ഇപ്പൊ ഈ ഒരു ഹെയർ ബാൻഡ് ഇല്ലാണ്ട് എനിക്ക് മുടി കെട്ടാൻ പറ്റാത്ത അവസ്ഥയായിട്ടാ. എനിക്കിങ്ങനെ വെളിച്ച് മുറുക്കി ടൈറ്റിൽ അങ്ങോട്ട് മുടി കെട്ടുന്ന കേട്ടോ കൂടുതൽ ഇഷ്ടം. എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനാ ഇങ്ങനെ ടൈറ്റിൽ മുടി കെട്ടണേ, ഫ്രണ്ട് കാണുമ്പോൾ ആകെ മൊത്തം ഒട്ടിയ പോലെ ഉണ്ട് എന്നൊക്കെ. എനിക്കും അങ്ങനെ തോന്നാറൊക്കെ ഉണ്ട്. പക്ഷെ എന്താന്ന് അറിഞ്ഞൂടാ, ടൈറ്റിൽ മുടി കെട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതയാണ്. അങ്ങനെ എന്റെ മുടിയും കെട്ടി കഴിഞ്ഞു കേട്ടോ. ഇതാണ് എന്റെ ഇപ്പോഴത്തെ മെയിൻ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് കേട്ടോ. എല്ലാ കലാപരിപാടികളും കഴിയുമ്പോഴത്തേനും ഇതാ മെയിൻ സാധനം മറന്നു കേട്ടാ, നമ്മുടെ സിന്ദൂരം. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതില്ലാണ്ട് എന്തല്ലേ. എല്ലാം കഴിയുമ്പോഴത്തേനുള്ള എന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. രസം ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും സംഭവമൊക്കെ കഴിഞ്ഞ് പുറത്തു പോകുമ്പോഴത്തേനും നമുക്ക് 2 ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റാരല്ല, നമ്മുടെ ശ്രീനിമയുടെ വുഡ്ബിയും അവന്റെ ഫ്രണ്ടല്ല കസിൻ ആട്ടോ. നമ്മൾ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുമ്പോഴത്തേനാട്ടോ അവർ രണ്ടാളും കയറി വന്നിട്ടുണ്ടായിരുന്നത്. ആദർശ് ഒമാനിലോട്ട് പോവാണ്. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ട് പിന്നെ കുഞ്ഞുമക്കളെ അതിനു മുന്നിൽ നിന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നതായിട്ട് അവര്. എവിടേക്കെങ്കിലും പോകുമ്പോൾ വീട്ടിലെ പണിയൊക്കെ ഇരിക്കും സെറ്റായിട്ടാ പോകുന്നെങ്കിൽ പോയെടുത്തൊരു മനസ്സമാധാനമല്ലേ. അങ്ങനെ വിചാരിച്ച് ചെടിക്കൊക്കെ വെള്ളം അടിച്ചിട്ട് പോകാക്കെ കരുതിയതാ. അപ്പോഴത്തേനും അത് ഓടി വരുന്ന ചോട്ടാപ്പി. വെള്ളം എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവിടെ എത്തും കുഞ്ചുറു വെള്ളത്തിൽ കളിക്കാൻ. 2 പേർക്കും വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടാ. ഇനിയുടെ വീട്ടിലും കൂടി യാത്ര വരുന്നതുകൊണ്ട് ആദർശം നമ്മളിവിടെ പറവൂരേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഗേറ്റ് ഒക്കെ പൂട്ടി അങ്ങോട്ട് പോവാ കേട്ടോ. സീ യു ദെൻ, ബൈ.